നേരം പുലരുമ്പോൾ കണ്ണീരു മാത്രം, മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം. വയനാടു തേങ്ങുന്നു ജീവൻ തുടിപ്പിനായി. മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം, വയനാടു തേങ്ങുന്നു ജീവൻ തുടിപ്പിനായി. അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നു ഞാൻ, വേർപെട്ടുപോയി ചെളിയിലമർന്നവർ. അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല, അച്ഛനെ തേടി ഞാനിങ്ങോട്ടു പോകണം. അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല, അച്ഛനെ തേടി ഞാനിങ്ങോട്ടു പോകണം. പുഴയുടെ തീരത്ത് സുന്ദരിയായി നിന്ന ഉറ്റ ചങ്ങാതിയാം അക്ഷരമുറ്റത്തെ, മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി, മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി. പുഴയുടെ തീരത്ത് സുന്ദരിയായി നിന്ന ഉറ്റ ചങ്ങാതിയാം അക്ഷരമുറ്റത്തെ, മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി, മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി. കൂടപ്പിറപ്പുകൾ കാണാമറയത്ത്, കൂട്ടിന്നു കൂടുവാൻ ചങ്ങാതിമാരില്ല. ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം, ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിടണം. കൂടപ്പിറപ്പുകൾ കാണാമറയത്ത്, കൂട്ടിന്നു കൂടുവാൻ ചങ്ങാതിമാരില്ല. ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം, ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിടണം. മരണമേ നീ എന്തിനെന്നെ തനിച്ചാക്കി, കാണുവാനിഷ്ടമില്ലാത്തൊരീ കാഴ്ചകൾ കണ്ണിന് നൽകി നീ ദൂരേക്കു മാഞ്ഞുപോയി, കണ്ണിന് നൽകി നീ ദൂരേക്കു മാഞ്ഞുപോയി. മരണമേ നീ എന്തിനെന്നെ തനിച്ചാക്കി, കാണുവാനിഷ്ടമില്ലാത്തൊരീ കാഴ്ചകൾ കണ്ണിന് നൽകി നീ ദൂരേക്കു മാഞ്ഞുപോയി, കണ്ണിന് നൽകി നീ ദൂരേക്കു മാഞ്ഞുപോയി. ഈ നാട് ഒന്നിച്ചു നിന്നു നാം നേരിടും പുതിയൊരു മുണ്ടക്കൈ തീർക്കുമീ കേരളം. മുന്നേ പ്രളയവും കോവിഡും നിപ്പയും നേരിട്ടു വിജയം വരിച്ചൊരീ കേരളം. ഈ നാട് ഒന്നിച്ചു നിന്നു നാം നേരിടും പുതിയൊരു മുണ്ടക്കൈ തീർക്കുമീ കേരളം. മുന്നേ പ്രളയവും കോവിഡും നിപ്പയും നേരിട്ടു വിജയം വരിച്ചൊരീ കേരളം, നേരിട്ടു വിജയം വരിച്ചൊരീ കേരളം. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പത്രങ്ങളിലും ടെലിവിഷനിലും കാണിക്കുന്നതിലും കേൾക്കുന്നതിലും അപ്പുറമാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങൾ നേരിട്ട് കാണുമ്പോഴുള്ള അവസ്ഥ. ആ ദുരന്തത്തിൽ നിന്ന് ഇന്നും കേരളത്തിന് കരകയറിയിട്ടില്ല. ഒന്നും അറിയാതെ ഉറങ്ങുന്നവരെയും മരണത്തെ മുന്നിൽ കണ്ടവരെയും നമുക്ക് കണ്ണീരൊഴിയല്ലാതെ കാണാൻ കഴിയില്ല. ജാതിയും മതവും പറഞ്ഞ് കലഹിക്കുന്ന മനുഷ്യർക്കിടയിൽ ഏത് ജാതിയെന്നോ ഏതു മതമെന്നോ തിരിച്ചറിയാനാകാതെ അവർ ഒറ്റക്കെട്ടായി ആ മണ്ണിൽ കിടന്നുറങ്ങുന്നു. മനുഷ്യർ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ഓരോന്ന് ചെയ്യുമ്പോൾ ഇനി വരാൻ പോകുന്ന ആപത്തുകളെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല.
ഇനി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കാകട്ടെ വീടും ഭൂമിയും മേൽ വിലാസവുമെല്ലാം നശിച്ചു. ഇനി തുടങ്ങണം അവർക്ക് ഒരു പുതിയ ജീവിതം. വയനാടിനു വേണ്ടി നമുക്ക് ഈ അവധിക്കാലം വയനാടിനു വേണ്ടി പ്രവർത്തിക്കാം. വയനാടിന്റെ മക്കൾക്ക് വേണ്ടി വയനാടിനു വേണ്ടി പ്രവർത്തിക്കാം. ചുരം കയറി വയനാട്ടിലെത്തിയാൽ ഇരുവശങ്ങളിലും റോഡിന്റെ ഇരുവശങ്ങളിലും ഒരു മാസമായി അമ്പലത്തിലെ സ്പാച്ചുകളും ട്രെയിനുകളും ആരുമില്ലാതെ ഒറ്റയ്ക്കായി. ഈ അവധിക്കാലം വയനാടിനു വേണ്ടി വയനാടിന്റെ മക്കൾക്ക് വേണ്ടി നമ്മളോടൊപ്പം നിങ്ങളോടൊപ്പം ഞങ്ങളും. Always be together. Come join with inspiration. Join hands to do the magic. Completeness of all worlds, every dollar we donated. Every new member join. Communities are benefited. All services we achieve, our dreams will then come true. Looks like we are magicians. The magic of lottery. It's simply irresistible. We'll be making club experience. Services of every venue with all services that we do. Our Rotary dreams come true. The magic of Rotary is you. It's simply irresistible. We'll be making club experience. ശരി ഈങ്ങാപ്പുഴ ഭാഗത്ത് അവതരിപ്പിക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഒന്നുകൂടെ നല്ലത് കോഴിക്കോട് ബീച്ചിലേക്ക് ആക്കുകയാണ് എന്ന ഉദ്ദേശത്തോടെയാണ് റോട്ടറിയുമായി സഹകരിച്ചുകൊണ്ട് ഇന്ന് കോഴിക്കോട് ബീച്ചിൽ നമ്മൾ ഇത്തരം ഒരു പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MBSന്റെ സ്റ്റേറ്റ് സെക്രട്ടറി CT സക്കീർ സാഹിബ് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മുടെ കേരളീയരായ മനുഷ്യരെല്ലാവരും ഒന്നിച്ചൊരുമിച്ച് ആഘോഷിക്കുന്ന ഏക ആഘോഷമാണ് ഈ ഓണക്കാലം. ഈ ഓണക്കാലത്ത് നമ്മളെല്ലാവരും സന്തോഷവാന്മാരായി നമ്മുടെ കുടുംബങ്ങളിലും ടൂറിസവും യാത്രയും അതുമായി ബന്ധപ്പെട്ട കച്ചവടവും ഒക്കെയാണ്. എന്നാൽ കഴിഞ്ഞ 1.5 മാസക്കാലമായി അത്തരം ഒരു വ്യാപാരത്തിലും ഒരു വ്യവസായത്തിലും ഒരു വാണിജ്യത്തിലും ഇടപെടുവാൻ അല്ലെങ്കിൽ അതിലൂടെ 10 പൈസ വരുമാനം ലഭിക്കുവാൻ കഴിയാത്ത ഒരു ജനതയായി വയനാട്ടിലെ ബഹുഭൂരിപക്ഷം ജനതയും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ ഒരവസ്ഥ ഇന്നുണ്ട്. ആ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം എന്നോണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകുന്ന രീതിയിലാണ് ഈ ഫ്ലാഷ് മോബ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മരിച്ചവരോ കഷ്ടപ്പെട്ടു പോയി. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ വിഷമങ്ങൾ തീർക്കുവാൻ ഈ കോഴിക്കോട് ബീച്ചിന്റെ സഹായസന്ധ്യയിൽ ഒത്തുചേരുവാൻ സഹമനസ്സിലാണിച്ച നിങ്ങളെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ഓണാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. റോട്ടറി മെമ്പേഴ്സ് കാലിക്കറ്റിനെ സംബന്ധിച്ച് ഒരു അവധിക്കാലം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ബീച്ചും
നമ്മുടെ സിറ്റിയുമൊക്കെയാണ്. ഈ കാലിക്കറ്റിലുള്ള ജനങ്ങളോട് MESലെ വിദ്യാർത്ഥികൾ പറയുകയാണ്, ഞങ്ങൾ കണ്ട ഒരു വയനാടുണ്ട്, ആ വയനാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കണം. ഒരവധിക്കാലം എല്ലാ സ്കൂളുകളും എല്ലാ കോളേജുകളും എല്ലാ ക്ലബുകളും ഫോറങ്ങളും അങ്ങോട്ട് എത്തിച്ചേരണമെന്ന് ആഹ്വാനം ചെയ്യുകയാണ്. റോട്ടറി കാലിക്കറ്റ് സിറ്റിയെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ വയനാട് ദുരന്തം എന്ന് പറയുന്നത് മലയാളികളെ മാത്രമല്ല, ഒത്തിരി ആൾക്കാരെ പിടിച്ചു വിലക്കിയ ഒരു വളരെ വിഷമം തന്ന ഒരു ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇത്രയാണെന്ന് നമ്മൾ ആരോടും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും അതിൻ്റെ ദുരന്ത ഫലമായിട്ട് ഉള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട, വീടുകൾ നഷ്ടപ്പെട്ട, കൂട്ടുകാരെ നഷ്ടപ്പെട്ട, ഒറ്റപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഒത്തിരി ആൾക്കാർ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. മരിച്ചവരുടെ സമയത്ത് പല ക്ലബ്ബുകളും പല അസോസിയേഷൻസും ഗവൺമെൻറ് മെഷീൻസും എല്ലാം ഒത്തിരി സഹായങ്ങൾ ചെയ്ത് ആ ഒരു എല്ലാവരും സഹായങ്ങൾ ചെയ്ത് അവിടെ വേണ്ട സപ്പോർട്ടുകൾ ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയൊരു പരിപാടിയുമായി MES സ്കൂളും അതേപോലെ തന്നെ റോട്ടറി ക്ലബ്ബ് പോലുള്ള ക്ലബ്ബുകളും മുന്നോട്ട് വരുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നടന്ന ദുരന്തത്തിനു ശേഷം റോട്ടറി ക്ലബ്ബ് ആണെങ്കിൽ പോലും നമ്മൾ തന്നെ ഒത്തിരി സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫുഡാണെങ്കിലും ഡ്രസ്സുകളാണെങ്കിലും ടോയ്ലറ്റുകളാണെങ്കിലും ഇതിൽ ഓൾമോസ്റ്റ് ഒരു ക്ലോസ് അറൗണ്ട് 2 ക്രോസിൻ്റെ പ്രൊജക്റ്റ് റോട്ടറി ക്ലബ്ബ് തന്നെ ചെയ്തിട്ടുണ്ട്. റോട്ടറി ക്ലബ്ബിനെ കൂടാതെ മറ്റ് ക്ലബ്ബുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ താങ്ങായി നിന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കൊണ്ട് അവസാനിക്കുന്നില്ല. വയനാട് എന്ന ആ ഒരു ചെറു ദേശത്തെ നമുക്ക് ഉണർത്തിക്കൊണ്ടുവരണം, അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. നമ്മുടെ കേരളത്തിൻ്റെ ആ ടൂറിസം ഉണർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വയനാടിൽ ഒരിക്കൽ പോലും പഴയ പ്രതാപത്തിലേക്ക് വരാൻ പറ്റില്ല എന്ന വ്യക്തമായ ബോധ്യം നമ്മൾക്ക് ഓരോരുത്തരും ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വ്യത്യസ്തമായ ആശയവുമായിട്ട് MES സ്കൂളിൻ്റെ അധികൃതരും അതേപോലെ തന്നെ സ്റ്റുഡൻസും നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ട് മാറും. ഇവിടെ കാണിച്ചിരിക്കുന്ന കുട്ടികൾ അവരുടെ ആ ഒരു പാട്ട്, ആ പാട്ടിൻ്റെ എന്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരത് ചെയ്തത് നമുക്ക് മനസ്സിലാവും. ചെറിയ പിഞ്ചു കുട്ടികൾ വളരെ മനസ്സറിഞ്ഞ് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വേദനയോടുകൂടിയാണ് അവർ ഈ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ആ സന്ദേശം ഏത് തരത്തിലാണോ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലേക്ക് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിപ്പെടുന്നത്, അതേ സന്ദേശം ഈ കുഞ്ഞു കുട്ടികൾ ഈ ഒരു പാട്ടിലൂടെ ഈ സന്ദേശം വ്യക്തമായ രീതിയിൽ സമൂഹത്തിന് നൽകാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ മലയാളികളുടെ സ്വഭാവമുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് കൈകോർത്ത് ഏതറ്റം വരെയും പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്കില്ലെങ്കിൽ പോലും അവിടെ എന്ത് നടക്കുന്നു, അവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളൊക്കെ പരക്കമാനിട്ടുണ്ട്. ആ ഒരു ന്യൂസിലൊക്കെ കോഴിക്കോടിൻ്റെ ആൾക്കാർ, കാസർഗോഡിൻ്റെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. വാട്ടർ ബോട്ടിൽ അപകടം ചില വ്യക്തമായ ധാരണ നമുക്കില്ലാതെ, പക്ഷെ നമ്മളൊക്കെ വെപ്രാളപ്പെട്ട് നമ്മളൊക്കെ പലതും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തുടർക്കഥ എന്നുള്ള പോലെ ഈ വയനാട് ഈ ഓണാവധിക്കാലം അറിയാം, മലയാളികളെല്ലാം ആഘോഷിക്കുന്ന ആൾക്കാരാണ്. ആഘോഷങ്ങളുടെ എന്താ പറയുക, ഇപ്പം തന്നെ ബീച്ചിലാണെങ്കിലും ഈ ഓണത്തിൻ്റെ തിരക്കുകൾ കോഴിക്കോട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന ആൾക്കാരാണ്. ഈ ആഘോഷം വയനാട്ടിൽ കൂടി ആഘോഷിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ടൂറിസം മേഖല ഉണർന്നു കിട്ടും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു കഴിഞ്ഞ ദിവസം ഒരാളോട് ഞാൻ സംസാരിക്കുമ്പോൾ 100-150 ചായ വിറ്റുകൊണ്ടിരുന്ന അവിടെ കടക്കാരൻ, അവൻ്റെ വരുമാനം അതായിരുന്നു. ഇന്നിപ്പോൾ അവർ ആരെയും വിട്ടുന്നത് 100-ന് പകരം 10-20 ചായയാണ്. ആ ഉരുൾപൊട്ടൽ നടന്ന സംഭവം സ്ഥലത്ത് മാത്രമല്ല, എൻ്റെ വയനാടിന് ഇങ്ങനെയുള്ള നമ്മുടെ സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ കുറച്ചുപേർ അവിടെ പോകുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ദേശത്തെയും അവിടെയുള്ള ആൾക്കാരുടെയും അവരുടെ എക്കണോമിയെ നമുക്ക് ഉണർത്താൻ പറ്റുമെന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഫാത്തിമ കോളേജുമായി സഹകരിച്ചുകൊണ്ട് ഈ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മെസ്സേജ് നമുക്ക് പാസ് ചെയ്യണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ചെറിയ കുട്ടികളെ കൈപിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ, കോഴിക്കോടിന്റെ മുമ്പിൽ ഈ ബീച്ചിൽ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് എല്ലാവരും ഉൾക്കൊള്ളുമെന്ന പ്രതീക്ഷയോടുകൂടി വയനാടിനെ ഇനിയും നമ്മൾ ഒറ്റക്കാലം കൂട്ടി നിർത്തേണ്ടതുണ്ട്, കൂടെ നിർത്തേണ്ടതുണ്ട്. നമ്മൾ ആരും കൈവിടില്ല. ഏതൊക്കെ വിധത്തിലാണോ ടൂറിസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ റീഹാബിലിറ്റേഷൻ ആയിക്കോട്ടെ, റോട്ടറി ക്ലബ്ബ് ഓൾറെഡി 2.5% പ്രൊജക്ട് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ക്ലബ്ബുകളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി സഹായങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഇങ്ങനെ പരിപാടികൾ മുന്നോട്ട് വന്ന MES കോളേജിൻ്റെ അധികൃതർ, അതേപോലെ തന്നെ പ്രിൻസിപ്പൽ, ഒരുപാട് നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ പ്രത്യേകിച്ച് കുട്ടികളെ ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ പുതുതലമുറകൾക്കും നമ്മുടെ സന്ദേശം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന വിശ്വാസത്തോടുകൂടി ഇനി ഇങ്ങനത്തെ പരിപാടികളായിട്ട് റോട്ടറി ക്ലബ്ബും അതേപോലെ തന്നെ MES കോളേജിലും വരും എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ഒരു നല്ലൊരു ഓണാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വയനാടിൻ്റെ ദുരന്തം പുനരാവിഷ്കരിച്ച MES സ്കൂൾ കുഞ്ഞുങ്ങളെയും നേതൃത്വം ചെയ്യാൻ മാനേജ്മെൻറ്റിനെയും അവർക്ക് വേണ്ട പിന്തുണയും സഹായവും നൽകുന്ന
റോട്ടറി ക്ലബിനെയും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ആമുഖമായി അഭിനന്ദിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമാണ്, ദൗത്യമാണ് ഏറ്റെടുത്തത്. വയനാട്ടിലത് സംഭവിച്ചപ്പോൾ കഴിഞ്ഞ തവണ ഓണം ആഘോഷിച്ച പലരുമാണ് അതിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ നാളെ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഓണം നമ്മുടെ മുമ്പിൽ എങ്ങനെയായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത ഒന്നുമില്ല. എങ്കിലും ഈ സന്ദർഭത്തിൽ കൈതപ്പൊയിൽ MES സ്കൂളിലെ കുട്ടികൾ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ജീവകാരുണ്യ മാനുഷിക പരിഗണന ലഭിക്കാൻ വേണ്ടി ഫ്ലാഗ് മോവ് അവതരിപ്പിച്ചതിന് ഒരു MES സ്കൂൾ ബോർഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ ദുരന്തത്തിലും മറ്റ് ഇനത്തിലും സാമൂഹികമായി കഷ്ടപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ എല്ലാവരും മുന്നോട്ട് വേണം. ഇവിടെ മുന്നോട്ട് വരുമ്പോഴേ നമ്മൾ രണ്ട് കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഒന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയത ഉയർത്തിപ്പിടിക്കണം. രണ്ടാമത്, മതങ്ങൾ തമ്മിലുള്ള ഇന്റർ ഫെയ്ത്ത് റിലേഷൻഷിപ്പ്, അതിനും നിങ്ങൾ മുന്തിയ പരിഗണന നൽകണം. അത്തരത്തിൽ പരിഗണന നൽകുന്ന പ്രസ്ഥാനമാണ് MES എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കറിയാം. അതുപോലെ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഇതൊരു നിസ്സാര സംഭവമായി കാണരുത്. ഒരു വലിയ ദൗത്യമാണ് കൈതപ്പൊയിൽ MES സ്കൂൾ ഏറ്റെടുത്തത്. അതിൻ്റെ സെക്രട്ടറി, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളെയും പ്രിൻസിപ്പളിനെയും ഉദ്ഘാടനം പ്രശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ തുടർന്ന് എല്ലാ വിധത്തിലുള്ള നമ്മുടെ സമൂഹത്തിൽ നിരാലംബരും നിരാക്ഷരവുമായിട്ടുള്ള ആളുകൾ അവരെന്ത് ബുദ്ധിമുട്ടിനെയും അഭിമുഖീകരിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് ഒരു കൈത്താൻ കൊടുക്കാനും എല്ലാ കാലത്തും MES മുൻപന്തിയിലാണ്. അതോടൊപ്പം തന്നെ MESനോടൊപ്പം കൈതപ്പൊയിൽ MES സ്കൂളിലെ നല്ലവരായ കുഞ്ഞുങ്ങളും മാനേജ്മെന്റും അധ്യാപകരും വന്നു എന്നുള്ളത് MES സ്കൂൾ ബോർഡ് ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദനാർഹമാണ്. നിങ്ങളെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് റോട്ടറി മിസ്റ്റി മെഡോസിനെ പ്രതിനിധീകരിച്ച് സെക്രട്ടറി റൊട്ടേറിയൻ ഡോക്ടർ ബെസ്റ്റി ജോർജ്, റൊട്ടേറിയൻ MPHF ഡോക്ടർ സന്തോഷ്, Rotarian Reggie Mathai and others are here. I invite Dr. Besti to speak on this occasion. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു വാർത്ത പേപ്പറിൽ കൂടെ ഒക്കെ വായിച്ചപ്പോൾ, മുണ്ടക്കൈ ദുരന്തത്തെക്കുറിച്ച് വായിച്ചപ്പോൾ നമ്മളെല്ലാവരുടെയും ഹൃദയം വിങ്ങിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരു സങ്കടമോ വിഷമോ തോന്നാത്തവരാരുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, പ്രകൃതി ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിലുള്ള പോലെ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, അങ്ങനെയുള്ള വർഗവ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം പ്രകൃതി എപ്പോഴും മനുഷ്യനെ ഒരേ ലെവലിലാണ് കാണാം. എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രകൃതി ദുരന്തമുണ്ടായവർ നമ്മൾ പല വിശ്വാസങ്ങളുണ്ടാവാം, പല തരത്തിലുള്ള ജാതിയിൽപ്പെട്ടവരുണ്ടാവാം. പക്ഷേ അവരനുഭവിക്കുന്ന വിഷമം എപ്പോഴും ഒന്നുതന്നെയാണ്. കാരണം ഇന്നലെ വരെ, അതായത് തലേദിവസം കിടന്നുറങ്ങുന്നത് വരെ ഒത്തിരി സ്വപ്നം കണ്ടിട്ടാണ് അവർ ഭാവിയെക്കുറിച്ചുള്ള ഒത്തിരി ചിന്തകളിലൂടെയാണ് അവർ കിടന്നുറങ്ങിയത്. പക്ഷേ നേരം വെളുത്തപ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥ, അത് അനുഭവിച്ചവന് മാത്രമേ അത് വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ. നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു മനുഷ്യത്വമുള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ വേദനിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒരു നിമിഷത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ കൂടുതൽ ഒരു മാസം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ആ വേദന ഉണ്ടാവും. പുതിയ സന്തോഷങ്ങളും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളും വന്നു കഴിയുമ്പോൾ നമ്മളിതൊക്കെ മറന്നു പോകും. പക്ഷേ ദുരിതം അനുഭവിച്ചവർ അല്ലെങ്കിൽ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ വിഷമം ഒരിക്കലും തീരുന്നില്ല. അവർക്ക് ഒരാശ്വാസം ഇനിയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴും സത്യം. ഞങ്ങളുടെ സഹോദരങ്ങൾ, റോട്ടറി മിസ്റ്റി മെഡോസ് സഹോദരങ്ങൾ ഈ ദുരന്ത ഭൂമിയിൽ പോവുകയും അവരുടെ ദുരന്തത്തിൻ്റെ ആഴം വ്യക്തമായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് പലപ്പോഴും എന്തൊക്കെ സഹായങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, എങ്കിൽ പോലും അവരുടെ ദുരന്തം അതിലൊന്നും ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മേഖല മുഴുവൻ, വയനാട് മേഖല മുഴുവൻ ഇപ്പം ദുരന്തത്തിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹൃദയത്തിന് നന്മയുള്ള നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ് നമ്മുടെ ചെറിയ സന്തോഷങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. നമ്മൾ ബീച്ചിൽ ചെലവഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അവധിക്കാലങ്ങളിൽ നമ്മുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസമെങ്കിലും വയനാട് കൂടെ നമ്മളൊന്ന് കയറണം. വയനാട്ടിലെ സാഹചര്യങ്ങളോട് നമ്മൾ കണ്ട് മനസ്സിലാക്കണം. അവരോട് തഥാർത്ഥപ്പെടണം, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. അത് മനുഷ്യത്വമുള്ള, നന്മയുള്ള, ഹൃദയങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള
ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഇവിടെ പ്രോഗ്രാം ഇവിടെ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു ഫ്ലാഷ് മോബ് ചെയ്യാം വയനാടിനോടൊപ്പം ഈ അവധിക്കാലം എന്നുള്ള സന്ദേശം MES സ്കൂള് ഞങ്ങളുമായിട്ട് പങ്കുവെച്ചപ്പോൾ അത് വളരെ ഹൃദയത്തെ തൊടുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഇതിനുവേണ്ടിയുള്ള അവരുടെ അധ്വാനം, ഈ പിള്ളേർ കുഞ്ഞുമക്കൾ ഇപ്പോൾ ഇവിടെ ഫ്ലാഷ് മോബ് കളിച്ചു. പക്ഷേ അവരൊക്കെ ആ ഒരു നിമിഷം അവരാ കളിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിലെ മനസ്സിൽ ഉള്ള വേദന അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. എത്രത്തോളം ആ ഒരു നിമിഷം അവർ ഫീൽ ചെയ്യുന്ന ആ ഒരു വിഷമമുണ്ടല്ലോ, അത് മതി. ആ ഒരു വിഷമം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇവരുടെ കൂടെ ആവണം. ഒത്തിരി അഭിനന്ദനങ്ങൾ. കാരണം ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമുമായിട്ട് MES ഫാത്തിമ ബഹീർ സ്കൂൾ, കൈതപ്പൊയിൽ സ്കൂള് വരികയും അതിന് സാരഥികൾക്കും എല്ലാവർക്കും നന്ദി പറയുകയാണ്, ഒപ്പം അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. അതിനോട് ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നു. ഒപ്പം ഇതിനകത്ത് ഭാഗമാക്കാൻ കോട്ടയം എസ് മെഡോസിനും കോട്ടയം കാലിക്കസിറ്റിക്കും അവസരം കിട്ടി. അതിനും ഞങ്ങൾ ഒത്തിരി നന്ദിയോടെ ഇത് ഓർക്കുന്നു. എല്ലാവിധ ദേവാലയങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവരും ഒരിക്കൽ കൂടെ ഈ മുണ്ടക്കൈയിലും ചുവൽമലയിലും അനുഭവിക്കുന്ന വിഷമം അനുഭവിക്കുന്ന ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. നമ്മുടെ ഹൃദയത്തിൽ അവരുണ്ടാവണം, വയനാട് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. കൂടപ്പിറപ്പുകൾ കാണാമറയത്ത് കൂട്ടിന്നു കൂടുവാൻ ചങ്ങാതിമാർ. ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം, ഇനി എത്ര കാലം കരഞ്ഞിടണം. കൂടപ്പിറപ്പുകൾ കാണാമറയത്ത് കൂട്ടിന്നു കൂടുവാൻ ചങ്ങാതിമാർ. ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം, ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിടണം. മരണമേ നീ എന്തിനെന്നെ തനിച്ചാക്കി, കാണുവാൻ ഇഷ്ടമില്ലാത്തൊരു കാഴ്ചകൾ കണ്ണിന് നൽകി നീ ദൂരേക്കു മാറി. മരണമേ നീ എന്തിനെന്നെ തനിച്ചാക്കി, കാണുവാൻ ഇഷ്ടമില്ലാത്തൊരു കാഴ്ചകൾ കണ്ണിന് നൽകി നീ ദൂരേക്കു മാറി. കണ്ണിന് നൽകി നീ ദൂരേക്കു മാറി. ഈ നാട് ഒന്നിച്ചു
ഈ നാട് ഒന്നിച്ചു നിന്നു നാം നേരിടും പുതിയൊരു മുണ്ടക്കൈകുമീ കേരളം. മുന്നേ പ്രളയവും കോവിഡും നിപ്പയും നേരിട്ടു വിജയം വരിച്ചൊരീ കേരളം. നേരിട്ടു വിജയം വരിച്ചൊരീ കേരളം. Thank you so much. That was amazingly beautiful. ചെയ്തു കൊടുത്തു. പക്ഷേ ആ ദുരന്തത്തിൽ നിന്നും ഇപ്പോഴും വയനാട് കരകയറിയിട്ടില്ല. വയനാട് അറിയപ്പെടുന്നതും വയനാട് ജീവിച്ചു പോകുന്നതും ടൂറിസത്തിലൂടെയാണ്. ആ ടൂറിസം മേഖല ഇപ്പോഴും തകർന്നു കിടക്കുകയാണ്. ആ ടൂറിസം മേഖലയെ കൈപിടിച്ചുയർത്താൻ അതിൻ്റെ ആ ദുരന്തത്തിൻ്റെ സന്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ട് മുഴുവനായി നമ്മുടെ മുന്നിൽ ഫ്ലാഷ് മോബിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിന് നേതൃത്വം നൽകിയ MES സ്കൂളിനും അതിൻ്റെ മാനേജ്മെൻറ്റിനും ഈ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ച കൊച്ചു കുട്ടികൾക്കും റോട്ടറി കാലിക്കറ്റ് സിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിക്ക് MESനോടൊപ്പം നേതൃത്വം നൽകിയ റോട്ടറി മിസ്റ്റി മെഡോസിനും അതിൻ്റെ ഭാരവാഹികൾക്കും റോട്ടറി കാലിക്കറ്റ് സിറ്റിയുടെ പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ ഈ പരിപാടി വീക്ഷിക്കാനെത്തിയ ഇതിന് എല്ലാവിധ സഹായ സഹകരണവും നൽകിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. So it says that we do our road